ഞങ്ങളാണ് ലോകത്തിലെ വൻ ശക്തികളെന്ന അഹങ്കാരമായി ചെറു ചെറു രാജ്യങ്ങളുടെ യുദ്ധത്തിന് ചെന്ന് നിക്കറുകീറിയ അവസ്ഥയിലാണ് ഇപ്പോൾ റഷ്യയും അമേരിക്കയും ഒക്കെ ഉള്ളത് എന്ന് പറയേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ പ്രധാനമായ റഷ്യയിൽ ഇപ്പോൾ പെട്രോൾ കിട്ടാനില്ല എന്ന് കേൾക്കുന്നത് നമുക്ക് വലിയ അതിശയോക്തിയായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം മൂലം റഷ്യയിൽ ഇപ്പോൾ വലിയ എണ്ണക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. റഷ്യയുടെ പ്രസിഡന്റായ പുടിൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ലോകത്തോട് പരസ്യമായി കാര്യം സമ്മതിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ സംഭവിക്കുന്നത് റഷ്യൻ സൈന്യത്തോട് നേരിട്ട് അതിർത്തിയിൽ കിടന്ന് ഏറ്റുമുട്ടുന്നതിനേക്കാൾ നല്ലത് റഷ്യയുടെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുക എന്ന തന്ത്രത്തിലേക്ക് ഉക്രൈൻ മാറിയത് കൊണ്ടാണ്. അവർ ചെയ്യുന്നത് നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം റഷ്യയുടെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകൾ ലക്ഷ്യമാക്കി അയക്കുകയാണ്. ഇതിൽ കെട്ടിവെച്ചിരിക്കുന്ന ബോംബുകളെ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാനൊന്നും കഴിയില്ല. ഇത് പോയി പടപടാന്ന് വീണ് സകലടവും പരിപ്പെടുക്കുകയാണ്. അതേക്കാൾ രസം ഈ ഡ്രോണുകളെല്ലാം ഉക്രൈൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കണം. റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഉക്രൈൻ നടത്തിയ ഈ ആക്രമണം മൂലം ഇത് കാരണം അവർ വിദേശത്തേക്ക് കയറ്റിവിടുന്ന എണ്ണകളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിലവിൽ മോസ്കോ ഉൾപ്പെടെയുള്ള 59 പ്രവിശ്യകളിൽ എണ്ണ വിൽക്കുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് റഷ്യൻ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റയൊരുത്തൻ റോഡിൽ ആവശ്യമില്ലാതെ കറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ പോക്കും. 50 ലിറ്റർ എണ്ണയാണ് ഒരു വണ്ടിക്ക് കൊടുക്കുന്നത്. ഈ 50 ലിറ്റർ എണ്ണ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലുള്ള അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ മുഴുവൻ വാഹനം വേണം. വിശാലമായ രാജ്യമായതുകൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും. ഇപ്പോൾ റഷ്യയുടെ പല പ്രദേശങ്ങളിലും എണ്ണ വാങ്ങണമെങ്കിൽ റേഷൻ കാർഡ് കൊടുക്കണം, ക്യൂ നിൽക്കണം. അതുപോലെ തന്നെ എണ്ണ എന്താവശ്യമാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ കുറേ കണക്കുകളൊക്കെ പറയേണ്ടി വരും. അതല്ല ചുമ്മാ ചുറ്റിക്കറങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിയിട്ട് താഴ്ത്തിടും പോലീസ്. ഉക്രൈൻ കൊടുത്ത പണി ശരിക്കും ഏറ്റിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കോടിക്കണക്കിന് ഡോളർ വിലയുള്ള പ്രതിരോധ മിസൈലൊക്കെ ഉള്ള വൻ ശക്തികൾ ഇനി ആ മിസൈലുകളൊക്കെ എടുത്ത് പറമ്പിലെ വാഴ മറിഞ്ഞു വീഴാതിരിക്കാൻ താങ്ങ് കൊടുക്കാൻ ഉപയോഗിക്കാം എന്ന് പറയേണ്ടതുണ്ട്. 1 ലക്ഷം രൂപ പോലും വിലയില്ലാത്ത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഉക്രൈൻ ഈ വൻ ശക്തിയെ ആക്രമിക്കുന്നതും അവരുടെ നാട്ടിൽ എണ്ണക്ഷാമം വരുത്തിയിട്ടുള്ളതും. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ വാർത്ത ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. വിഷയം താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്.